ഒരു മന്ത്രിയും അദ്ദേഹത്തിന്റെ ഗൺമാനും തമ്മിലുള്ള ബന്ധം കേവലം ഔദ്യോഗിക ബന്ധം മാത്രമായിരിക്കുമെന്നാണ് മുൻ മന്ത്രി ഡോക്ടർ കെ.ടി. ജലീലിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കുന്നത് വരെ ഞാൻ കരുതിയത്. എന്നാൽ സർവീസിൽ നിന്നും വിരമിച്ച അദ്ദേഹത്തിന്റെ ഗൺമാൻ ആയിരുന്ന അനിലിനെ കുറിച്ച് അദ്ദേഹം എഴുതിയത് വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ആ മനുഷ്യനോടുണ്ടായിരുന്ന ആത്മബന്ധത്തിന്റെ ആഴം മനസ്സിലായത്. പോലീസുകാരെ കുറിച്ചും സുരക്ഷാ ഉദ്യോഗസ്ഥരെ കുറിച്ചുമുള്ള നമ്മുടെ പൊതുധാരണയാകെ തിരുത്തുന്നുണ്ട് അനിൽ. തന്റെ പിതാവിനോട് യാത്ര പറയുന്ന അനിലിനെ കുറിച്ച് ഡോക്ടർ കെ.ടി. ജലീൽ പറഞ്ഞ ഭാഗം വായിച്ചപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു. ഒരു യാത്രാമൊഴി. എന്റെ കൂടെ നിഴൽ പോലെ 5 വർഷമുണ്ടായിരുന്ന വ്യക്തിയാണ് അനിൽ. പത്തനംതിട്ട സ്വദേശി, കേരള പോലീസ് സേനയിൽ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. പാർട്ടി എന്നെ മന്ത്രിയായി തീരുമാനിച്ച് അല്പം കഴിഞ്ഞപ്പോഴാണ് അനിൽ MLA ക്വാർട്ടേഴ്സിലെ എന്റെ ഫ്ളാറ്റിലെത്തിയത്. ഞാൻ അനിൽ സാറിന്റെ സെക്യൂരിറ്റി ഓഫീസറാണ്, അദ്ദേഹം പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് പോയപ്പോൾ നാട്ടിൽ നിന്ന് വന്ന വണ്ടിയിൽ എന്നോടൊപ്പം അനിലും കയറി. അന്നാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത്. എന്നേക്കാൾ 1 വയസ്സ് കുറവ്. എനിക്കായി വേദിക്ക് മുന്നിൽ സജ്ജീകരിച്ച കസേരയിൽ എന്നെ കൊണ്ടുപോയി ഇരുത്തി. സത്യപ്രതിജ്ഞ കഴിഞ്ഞിറങ്ങുമ്പോൾ എന്റെ തൊട്ടുപിന്നിൽ അനിലുണ്ട്. ആളുകൾ തിങ്ങി നിറഞ്ഞ പന്തലിൽ നിന്ന് എനിക്ക് വലയം തീർത്ത് നിരനിരയായി നിർത്തിയ ചുവന്ന നമ്പർ ബോർഡുള്ള വെള്ള കാറുകളിൽ ഒന്നിന്റെ അടുത്തേക്ക് അദ്ദേഹം എന്നെ നയിച്ചു. 20-ാം നമ്പർ വണ്ടിയുടെ ഡോർ തുറന്നു പിടിച്ച് കയറാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ കാറിൽ കയറി. സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു. നേരത്തെ സീറ്റ് ബെൽറ്റ് ഇട്ട് ശീലിച്ചതുകൊണ്ട് പ്രയാസരഹിതമായി ബെൽറ്റ് മുറുക്കി. ഉടനെ ഡോർ അടച്ചു. നേരെ രാജ്ഭവനിലേക്ക് കാറ് വിടാൻ അനിൽ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. ഗവർണറുടെ ചായ സൽക്കാരം കഴിഞ്ഞ് എനിക്ക് അനുവദിച്ച ഗംഗയെ ലക്ഷ്യമാക്കി വണ്ടി വേഗത്തിൽ നീങ്ങി. സമയാസമയങ്ങളിൽ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അനിൽ കൂടെ തന്നെ നിന്നു. ഇരുപ്പിലും നടപ്പിലും പെരുമാറ്റത്തിലും ഒരു ഇരുത്തം വന്ന പോലീസുകാരൻ. പോലീസുകാരെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണ അനിലിലൂടെയാണ് മാറിത്തുടങ്ങിയത്. പിന്നെ 5 വർഷം യാത്രയിലും അല്ലാത്തപ്പോഴും അനിലും പ്രജീഷും മാറി മാറി എന്റെ കൂടെ സഞ്ചരിച്ചു. സമയനിഷ്ഠ പാലിക്കുന്നതിൽ കർക്കശക്കാരനാണ് അനിൽ. ക്യാബിനറ്റുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ മുമ്പ് ഒരുങ്ങിയെത്തി എന്നെ സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഒരു ദിവസം പോലും ക്യാബിനറ്റിൽ വൈകിയെത്താതെ നോക്കിയത് ഗൺമാന്മാരാണ്. മറ്റു ഗൺമാന്മാർക്ക് അറിയാത്തത് അനിൽ പറഞ്ഞുകൊടുത്തു. അവർ അനിലിനെ കണ്ടത് ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്താണ്. അനിൽ ചില്ലറക്കാരനല്ല. കേരളം മനസ്സറിഞ്ഞിഷ്ടപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളായ സാക്ഷാൽ സഖാവ് നായനാരുടെ സുരക്ഷാ ചുമതലക്കാരിൽ ഒരാൾ. ഗൺമാനായി ധാരാളം അനുഭവസമ്പത്ത് കൈമുതലുള്ള പോലീസ് സേനാംഗം. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായിരിക്കെ അദ്ദേഹത്തിന് സംരക്ഷണ കവചം തീർത്ത വ്യക്തി. പാലൊളി മുഹമ്മദ് കുട്ടി മന്ത്രിയായ വേളയിൽ അദ്ദേഹത്തിന്റെ കൂടെയും ഗൺമാനാകാൻ അവസരം കിട്ടിയ ഭാഗ്യവാൻ. അനിലിന്റെ ദീർഘകാല പരിചയം എനിക്ക് വളരെയേറെ ഗുണം ചെയ്തു. ഗൗരവം വിടാതെയുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമസൃണമായ പെരുമാറ്റം എല്ലാവരുടെയും അടുപ്പം പിടിച്ചുപറ്റാൻ ഹേതുവായി. എന്റെ ഫോൺ അധിക സമയത്തും ഗൺമാന്മാരുടെ കയ്യിലായിരുന്നു. ഫോൺ കോളുകൾ പരമാവധി അവർ അറ്റൻഡ് ചെയ്തു. വിളിക്കുന്നവർക്ക് മുഷിപ്പിക്കാതെ മറുപടി കൊടുത്തു. നിൽക്കാത്ത ഓട്ടത്തിനിടയിൽ ഒരു ചടങ്ങ് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് മന്ത്രിയെ എത്തിക്കാൻ അനിലും പ്രജീഷും ശശിയും കാണിച്ച ശുഷ്കാന്തി എടുത്തു പറയേണ്ടതാണ്. അനിലിന്റെ സേവനനിരതമായ 31.5 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരശ്ശീല വീണു. ഒരു മന്ത്രിയുടെ വീടുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരിൽ പ്രഥമഗണനീയർ ഗൺമാന്മാരാണ്. ഞാൻ കാവുംപുറത്ത് വീട്ടിലുള്ളപ്പോൾ വീടിനോട് ചേർന്ന് പുറത്ത് നിർമ്മിച്ച റൂമിലാണ് ഗൺമാനും ഡ്രൈവറും താമസിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് അവരിങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ടും പെരുമാറിയത്. എല്ലാവർക്കും ഒരുമിച്ചാണ് എന്റെ നല്ല പാതി ഭക്ഷണം വിളമ്പിയത്. 2 തീന്മേശമേൽ ഇരുന്ന് സ്വന്തം വീട്ടിലായാലും ഔദ്യോഗിക വസതിയിലായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഓർമ്മയില്ല. എന്റെ മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അനിൽ അനിലേട്ടനാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ആരെക്കൊണ്ടും പണം കൊടുപ്പിക്കരുതെന്ന് ഞാൻ കണിശമായി പറഞ്ഞത് അനിലും പ്രജീഷും അക്ഷരം പ്രതി അനുസരിച്ചു. ആഴ്ച തികയുമ്പോഴാണ് ഒരാഴ്ചത്തെ ചെലവായ പണം അവർക്ക് നൽകുക. തിരുവനന്തപുരത്തെ ഗംഗയിൽ എന്റെ കുടുംബം 5 വർഷത്തിനിടയിൽ 10 ദിവസത്തിൽ താഴെയേ താമസിച്ചിട്ടുണ്ടാകൂ. അവിടെ 5 വർഷവും കൂടെ താമസിച്ചത് എന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട മുജീബും മൻസൂറും നൌഷാദും മുത്തലിബും ജയാനന്ദനും ജയപ്രകാശും മുനീറുമാണ്. കൂടാതെ ഗൺമാന്മാരായ അനിലും പ്രജീഷും സുബൈറും ശശിയും ബിജുവും പാചകക്കാരായ തങ്കയെയും അനീസും ഗംഗയിൽ തന്നെ അന്തിയുറങ്ങി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. എല്ലാവർക്കും ഒരേ ഭക്ഷണം. മെസ്സ് നടത്തിപ്പിന്റെ ചുമതല നൌഷാദിനാണ് നൽകിയത്. അവൻ എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു.
ഒരു ദിവസം പോലും വില കൂടിയ മത്സ്യമോ ആട്ടിറച്ചിയോ വാങ്ങാതെ ചെലവ് കുറയ്ക്കാൻ പരമാവധി ശ്രമിച്ചു. മത്തിയും അയലയും നെത്തോലിയും കൂന്തളും മെത്തളും ചിക്കനും ബീഫും വ്യത്യസ്ത ദിവസങ്ങളിൽ കറിയായും ഫ്രൈയായും ഡൈനിങ് ടേബിളിലെത്തി. സത്യത്തിൽ 10-15 പേരുള്ള ഒരു കൂട്ടുകുടുംബം പോലെ മന്ത്രിമന്ദിരത്തിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടി. ഓരോരുത്തരും അവരുടെ വിഹിതം കൃത്യമായി നൌഷാദിനെ ഏൽപ്പിച്ചു. പ്രളയകാലത്ത് മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ചപ്പോഴെല്ലാം തൊട്ടടുത്ത് അനിൽ നിന്നു. ചില സ്ഥലത്തെത്തുമ്പോൾ അപകട സാധ്യത മുന്നിൽ കണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് അദ്ദേഹം തടഞ്ഞു. കോവിഡ് കാലത്ത് അനിലും പ്രജീഷുമാണ് ജില്ലയിലെ കോവിഡ് ഹോസ്പിറ്റലുകൾ സന്ദർശിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്നത്. ഞാൻ കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ നാളുകളിലും അനിലും ബിജുവും വിളിച്ചാൽ കേൾക്കുന്നിടത്ത് നിലയുറപ്പിച്ചു. കാവുംപുറത്ത് വീട്ടിലായിരുന്നപ്പോൾ ഒരു ദിവസം രാത്രി എനിക്ക് അസ്വസ്ഥത തോന്നിയ സമയത്ത് അനിലിനെയാണ് ഭാര്യ ഫാത്തിമക്കുട്ടി വിളിച്ചത്. ഞൊടിയിടയിൽ ഓടിയെത്തി എന്നെ ആശുപത്രിയിലെത്തിച്ചു. കെട്ടിച്ചമച്ച വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട കാലത്തെല്ലാം അനിലും പ്രജീഷും യഥാർത്ഥ പോലീസുകാരുടെ ജാഗ്രത പാലിച്ച് എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ ചീറി അടുത്തവരിൽ നിന്നും സംരക്ഷണം നൽകി. 84 പിന്നിട്ട എന്റെ പിതാവ് വിവരങ്ങൾ അറിയാൻ അനിലിനെയും പ്രജീഷിനെയും ദിവസം 2-3 പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി അവർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അനിലും ഉപ്പയും തമ്മിലുള്ള രസതന്ത്രം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉപ്പയ്ക്ക് 88 വയസ്സ് കഴിഞ്ഞു. പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല. നടന്നാണ് അങ്ങാടിയിൽ പോകാറ്. അദ്ദേഹത്തെ നേരിൽ കണ്ട് യാത്ര ചോദിക്കാൻ അനിൽ തറവാട്ട് വീട്ടിൽ പോയിരുന്നുവത്രേ. മടങ്ങിപ്പോരുമ്പോൾ ഉപ്പ അനിലിനെ കെട്ടിപ്പിടിച്ച് വിതുമ്പിയതായി കൂടെയുള്ള റാഫി സൂചിപ്പിച്ചു. ഒരിക്കൽ പത്തനംതിട്ട ഭാഗത്ത് പരിപാടിക്ക് പോയപ്പോൾ അനിലിന്റെ വീട്ടിലാണ് ഭക്ഷണം ഒരുക്കിയിരുന്നത്. പച്ചക്കറി കഴിച്ച് തൃപ്തിപ്പെടേണ്ടി വരും എന്ന് വിചാരിച്ചാണ് ശുദ്ധ നായരുടെ തീന്മേശക്കരികെ എത്തിയത്. മാംസമോ മത്സ്യമോ എന്റെ ഭക്ഷണത്തിന്റെ ഭാഗമാണെന്നറിയാവുന്ന അനിൽ നല്ല ബീഫ് തയ്യാറാക്കി വെച്ചത് എന്നിൽ അത്ഭുതം ജനിപ്പിച്ചു. നന്നേ ചെറുതായി മുറിച്ച കൊപ്രക്കഷ്ണം ചേർത്ത് പൊരിച്ച ബീഫിന് ഒരൊന്നൊന്നര സ്വാദായിരുന്നു. അനിലിനെ പോലെ തന്നെ കുടുംബവും കോഴിയും ബീഫുമൊക്കെ സാധാരണ കഴിക്കാറുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പറഞ്ഞു. വളാഞ്ചേരിയിലെ ഞങ്ങളുടെ വീടിന്റെ പേര് ഗസൽ എന്നാണ്. അതേ പേരിൽ എന്റെ അടുത്ത സുഹൃത്തുക്കളും ചില സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ഒരു ഗസൽ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിരുന്നു. രൂപീകരണ ശേഷം ഒരുപാട് നാൾ കഴിഞ്ഞാണ് ഞാനീ വിവരമറിഞ്ഞത്. സക്കീറും ഹാറൂനുമാണ് അഡ്മിന്മാർ. അല്പസ്വല്പം ചാരിറ്റിയുമൊക്കെയായി ആ ഗ്രൂപ്പ് ഇപ്പോഴും തുടരുന്നു. ഗസലിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അനിലിന് ഒരു യാത്രയപ്പ് നൽകുന്നുണ്ടെന്ന വിവരം ചേറാല ഗഫൂർ ആണ് അറിയിച്ചത്. എടപ്പാളിലെ ആയുർ ഗ്രീൻ മിനി കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. വിദേശത്തുള്ള അംഗങ്ങളല്ലാത്ത ഏതാണ്ട് എല്ലാ മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു. സ്നേഹോപഹാരവും 1 പവൻ സ്വർണ്ണക്കോയിനും ഗസൽ കൂട്ടായ്മ അനിലിന് സമ്മാനിച്ചു. അനിൽ പിരിയുന്നതിന് തൊട്ടു മുൻപ് 2.5 വർഷം മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനായും പ്രവർത്തിച്ചു. അദ്ദേഹത്തെ ശുപാർശ ചെയ്തത് ഞാനാണ്. അനിൽ നല്ല ചോയ്സ് ആയിരുന്നു എന്ന് ദേവർകോവിൽ 1-2 തവണ പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു. അത് കേട്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഫൈസൽ തങ്ങളാണ് സ്നേഹസംഗമത്തിന് സ്വാഗതം പറഞ്ഞത്. ശിവദാസ് എന്ന ബാബു അധ്യക്ഷത വഹിച്ചു. ഷെരീഫ് ആമുഖ ഭാഷണം നടത്തി. ഫാത്തിമക്കുട്ടി ടീച്ചർ ഉപഹാരം കൈമാറി. ജ്യോതി കൃഷ്ണൻ മാസ്റ്റർ, മുജീബ്, ബിജോയി, ജയാനന്ദൻ, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് രാത്രി 9 മണിയോടെയാണ് പ്രോഗ്രാം അവസാനിച്ചത്. ഇടതുചേരിയെ ദുർബലമാക്കാൻ വർഗീയ ശക്തികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന വർത്തമാനകാലത്ത് വിശ്രമരഹിതമായ ഒരു രാഷ്ട്രീയ പൊതുജീവിതം അനിലിന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.